ഹലോ മക്കളെ, അപ്പം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് 10ാം ക്ലാസ്സിലെ ആദ്യത്തെ പാഠമായിട്ടുള്ള ജീവന്റെ ജനിതകം എന്ന ഭാഗത്തിലെ മെൻഡലിന്റെ പരീക്ഷണങ്ങളിൽ വരുന്ന മോണോ ഹൈബ്രിഡ് ക്രോസ് ആണ്. മോണോ ഹൈബ്രിഡ് ക്രോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ജോഡി വിപരീത ഗുണങ്ങളെ മാത്രം പരിഗണിച്ച് ചെടികളെ ക്രോസ് ചെയ്യുന്നതാണ് മോണോ ഹൈബ്രിഡ് ക്രോസ്. എന്താണ് ഈ ഒരു ജോഡി വിപരീത ഗുണങ്ങൾ എന്ന് പറയുന്നത്? നമുക്കറിയാം, ഒരു സ്വഭാവത്തെ അല്ലെങ്കിൽ ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിലെ ജീനുകളാണ്. ഈ ജീനുകൾക്ക് പലതരം അല്ലീലുകൾ ഉണ്ടാവും. അതുകൊണ്ടാണ് ഈ ക്യാരക്ടറിന് അല്ലെങ്കിൽ സ്വഭാവത്തിന് പലതരം ഗുണങ്ങൾ അല്ലെങ്കിൽ ട്രെയ്റ്റുകൾ ഉണ്ടാവുന്നത്. ഉയരെന്ന് പറയുന്ന ക്യാരക്ടർ അല്ലെങ്കിൽ സ്വഭാവം നമ്മൾ പരിഗണിച്ചിട്ടുണ്ടെങ്കിൽ അതിന് 2 തരം ഗുണങ്ങൾ അല്ലെങ്കിൽ ട്രെയ്റ്റുകളാണുള്ളത്. ഉയരം കൂടിയത്, അതുപോലെ ഉയരം കുറഞ്ഞത്. ഇത്തരത്തിൽ ഒരു സ്വഭാവത്തിന്റെ 2 വിപരീത ഗുണങ്ങളെ പരിഗണിച്ച് ക്രോസ് ചെയ്യുന്നതിനെയാണ് മോണോ ഹൈബ്രിഡ് ക്രോസ് എന്ന് പറയുന്നത്. ഒരു ക്രോസ് തുടങ്ങണമെങ്കിൽ തന്നെ ആദ്യം 2 ചെടികൾ വേണമല്ലോ, അതായത് മാതൃസസ്യങ്ങൾ വേണം. നമ്മൾ മാതൃസസ്യങ്ങളായിട്ട് മോണോ ഹൈബ്രിഡ് ക്രോസിൽ ഉപയോഗിക്കുന്നത് ഹോമോസൈഗസ് ആയിട്ടുള്ള ഉയരം കൂടിയ സസ്യത്തെയും അതേപോലെ ഹോമോസൈഗസ് ആയിട്ടുള്ള ഉയരം കുറഞ്ഞ സസ്യത്തെയും ആണ്. അപ്പം നിങ്ങൾക്ക് തോന്നും, എന്താണ് ഈ ഹോമോസൈഗസ് ഹെട്രോസൈഗസ്? ഞാനിപ്പോൾ ഉയരം കൂടിയ ആ ഒരു ചെടിയെ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? ക്യാപിറ്റൽ ടി എന്നാണ്. അതിൽ അടങ്ങിയിരിക്കുന്നത് ഉയരം കൂടിയ അല്ലീലുകൾ മാത്രമാണ്. അതേപോലെ ഉയരം കുറഞ്ഞതിനെ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത് സ്മോൾ ടി എന്നാണ്. അതായത് ഉയരം എന്ന സ്വഭാവത്തിൻ്റെ ഒരൊറ്റ അല്ലീല് മാത്രം അടങ്ങിയിരിക്കുന്നതാണ് ഹോമോസൈഗസ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് ബീജങ്ങളെ കുറിച്ചാണ് പറയുന്നത്. നമുക്കറിയാം, പരാഗണ സമയത്ത് എന്ത് സംഭവിക്കും? ബീജങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ഈ ബീജങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഉയരം കൂടിയ ആ ഹോമോസൈഗസ് സസ്യത്തിൽ നിന്ന് ക്യാപിറ്റൽ ടി എന്ന് പറയുന്ന ഒരൊറ്റ ടൈപ്പ് ബീജം മാത്രമേ ഉയരം കൂടിയവ പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. എന്തുകൊണ്ടാണ് ഈ ക്യാപിറ്റൽ ടി മാത്രം എഴുതിയത് അല്ലെങ്കിൽ സ്മോൾ ടി മാത്രം എഴുതിയത്? കാരണം നമുക്കറിയാം, മിയോസിസിന്റെ സമയത്ത് ഈ ക്രോമസോം നമ്പർ പകുതിയായി മുറിയുന്നുണ്ടല്ലോ. അതായത് മാതൃസസ്യങ്ങളിൽ എത്രത്തോളം ഈ ക്രോമസോം ഉണ്ടോ അതിൻ്റെ പകുതി മാത്രമേ എവിടെ കാണുള്ളൂ? ബീജങ്ങളിൽ കാണുള്ളൂ. ഇനി ഈ ബീജങ്ങൾ തമ്മിൽ കൂടിച്ചേരുകയാണ്. ഈ ബീജങ്ങൾ കൂടിച്ചേർന്നിട്ട് ഉയരം കൂടിയ ഫാക്ടറും ഉയരം കുറഞ്ഞ ഫാക്ടറും കൂടി ചേർന്നിട്ട് നമ്മുടെ ഉണ്ടായിട്ടുള്ള ഈ F1 തലമുറയ്ക്ക് എന്തായിരിക്കും ക്യാരക്ടർ? ഉയരം കൂടിയവയായിരിക്കും. നമുക്കറിയാം, ക്യാപിറ്റൽ ടി എപ്പോഴും സ്മോൾ ടിയേക്കാളും ഡോമിനൻ്റ് ആണ്. അപ്പോൾ പുറത്ത് കാണുന്ന ഗുണം എന്തായിരിക്കും? ഉയരം കൂടിയതായിരിക്കും. അപ്പോൾ ഒരു ഹോമോസൈഗസ് ആയിട്ടുള്ള ഉയരം കൂടിയ ചെടിയെയും ഉയരം കുറഞ്ഞ ചെടിയെയും ക്രോസ് ചെയ്യുമ്പോൾ F1 തലമുറയിൽ ഉണ്ടായിരിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളും എന്തായിരിക്കും? ഉയരം കൂടിയവയായിരിക്കും. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇപ്പം കിട്ടിയ ഈ ഉയരം കൂടിയ സസ്യത്തെ നമ്മൾ സ്വപരാഗണം ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ മാതൃസസ്യങ്ങൾ എഴുതുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഹെട്രോസൈഗസ് ആയിട്ട് മാറിയല്ലേ? അതായത് ക്യാപിറ്റൽ ടിയും ഉണ്ട്, സ്മോൾ ടിയും ഉണ്ട്. അപ്പം നമ്മൾ ക്യാപിറ്റൽ ടി സ്മോൾ ടി ക്രോസ് ക്യാപിറ്റൽ ടി സ്മോൾ ടി. ഇനി നമ്മൾ എഴുതാൻ പോകുന്നത് ഇതിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ബീജങ്ങളെ കുറിച്ചാണ്. ബീജങ്ങൾ എഴുതുമ്പോൾ ഞാൻ പറയാൻ മറന്നുപോയതാണ്, എപ്പോഴും റൗണ്ട് ചിഹ്നത്തിൻ്റെ ഉള്ളിൽ വേണം ആ ബീജങ്ങളെ എഴുതാൻ വേണ്ടിയിട്ട്. പ്ലാന്റുകൾ രണ്ടും ഹെട്രോസൈഗസ് ആണ്. അപ്പോൾ അതിൽ ആ ചെടി എന്ത് ചെയ്യും? ക്യാപിറ്റൽ ടി എന്ന് പറയുന്ന ബീജവും പ്രൊഡ്യൂസ് ചെയ്യും, സ്മോൾ ടി എന്ന് പറയുന്ന ബീജവും പ്രൊഡ്യൂസ് ചെയ്യും. ഇനിയുള്ളതാണ് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇത് വരച്ച് ചേർക്കുമ്പോൾ എൻ്റെ മക്കളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ആദ്യത്തെ ചെടി 2 തരം ബീജങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യും, ക്യാപിറ്റൽ ടി സ്മോൾ ടി. അതുപോലെ രണ്ടാമത്തെ ചെടിയും 2 ബീജങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യും, ക്യാപിറ്റൽ ടി സ്മോൾ ടി. ഇവ ഓരോന്നും മറ്റ് 2 എണ്ണമായിട്ട് കൂടിച്ചേരണം. ആകെ 4 ടൈപ്പ് സസ്യങ്ങളാണ് ഉണ്ടാവുന്നത്. അതായത് ആദ്യത്തെ ചെടി പ്രൊഡ്യൂസ് ചെയ്യുന്ന ക്യാപിറ്റൽ ടി എന്ന് പറയുന്ന ആ ഒരു ബീജം രണ്ടാമത്തെ ചെടിയുടെ ക്യാപിറ്റൽ ടിയും സ്മോൾ ടിയും ആയിട്ട് യോജിക്കണം. കൂടാതെ ആ ആദ്യത്തെ ചെടിയിലെ സ്മോൾ ടി എന്ന് പറയുന്ന ബീജം രണ്ടാമത്തെ ചെടിയുടെ ക്യാപിറ്റൽ ടിയും സ്മോൾ ടിയും ആയിട്ട് യോജിക്കണം. അപ്പം F2 ജനറേഷനിൽ നമുക്ക് 4 ടൈപ്പ് ചെടികളാണ് കിട്ടിയത് ജനറ്റിക് വൈസേ. പക്ഷെ പുറത്ത് കാണുന്ന ഗുണങ്ങൾ എന്താണ്? 3 ഉയരം കൂടിയതും 1 ഉയരം കുറഞ്ഞതുമാണ്. F1 തലമുറയിൽ നമുക്ക് ആദ്യം കിട്ടിയത് ഉയരം കൂടിയവയെ മാത്രമായിരുന്നു. F2 ജനറേഷനിൽ നമുക്ക് കിട്ടിയത് 3 ഉയരം കൂടിയതും അതുപോലെ 1 ഉയരം കുറഞ്ഞതുമാണ്. F1 ജനറേഷനിൽ നമ്മൾ കാണാത്ത ആ ഉയരം കുറവ് എന്ന് പറയുന്ന ആ അല്ലിയിൽ ഈ F2 ജനറേഷനിൽ എത്തിയപ്പോഴേക്ക് പുറത്ത് കാണാൻ തുടങ്ങി. അപ്പം നമുക്ക് ഈ ഫീനോടൈപ്പിക് റേഷ്യോയും ജീനോടൈപ്പിക് റേഷ്യോയും എഴുതാം. എന്താണ് ഈ ഫീനോടൈപ്പിക് റേഷ്യോ? നമ്മൾ പുറത്ത് കാണുന്ന ഗുണങ്ങളെ പറയുന്ന പേരാണ് ഫീനോടൈപ്പ്.
എത്രയുണ്ട്? 3 ഉയരം കൂടിയതും 1 ഉയരം കുറഞ്ഞതുമാണ്. അപ്പോൾ റേഷ്യോ എത്രയായി? ഫീനോടൈപ്പിക് റേഷ്യോ 3:1 ആയി. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ജീനോടൈപ്പിക് റേഷ്യോ ആണ്. എന്താണ് ഈ ജീനോടൈപ്പ്? ഒരു സസ്യത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ആനിമലിൻ്റെ ജനറ്റിക് ഘടന വെക്കുന്നതാണ് എന്ത്? ജീനോടൈപ്പ് എന്ന് പറയുന്നത്. നമുക്ക് ഈ ജീനോടൈപ്പ് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, ഒരു ക്യാപിറ്റൽ ടി, 2 ക്യാപിറ്റൽ ടി, സ്മോൾ ടി, അതേപോലെ ഒരു സ്മോൾ ടി ആണ് ഉണ്ടായിരിക്കുന്നത്. അപ്പം ഇവിടുത്തെ ജീനോടൈപ്പിക് റേഷ്യോ എത്രയായി? 1:2:1 ആയി. അപ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടതാണ്, മോണോ ഹൈബ്രിഡിൽ F2 ജനറേഷൻ്റെ ഫീനോടൈപ്പിക് റേഷ്യോയും ജീനോടൈപ്പിക് റേഷ്യോയും. ഫീനോടൈപ്പിക് റേഷ്യോ എത്രയാണ്? 3:1, അതായത് 3 ഉയരം കൂടിയതും 1 ഉയരം കുറഞ്ഞതും. ജീനോടൈപ്പിക് റേഷ്യോയോ 1:2:1. സോ മെൻഡലിൻ്റെ എക്സ്പെരിമെൻറ്റിലെ മോണോ ഹൈബ്രിഡ് ക്രോസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഉയർന്ന ക്ലാസ്സുകളിൽ ജനറ്റിക്സ് പഠിക്കുമ്പോൾ വളരെ ബേസ് ആയിട്ട് പഠിക്കേണ്ട കാര്യമാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.